Okay. അപ്പോൾ നമ്മൾ ഇതൊരു പുതിയ ചാപ്റ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ പേര് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് എ സി. നിങ്ങൾക്കറിയാലോ, രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇൻഡക്ഷൻ നമുക്ക് കാര്യങ്ങൾ ഐഡിയ ക്ലിയർ ആണെങ്കിൽ എ സിയിലോട്ട് നമുക്ക് നെക്സ്റ്റ് മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഡക്ഷനിലോട്ട് അതിന്റെ പ്രോബ്ലംസ് അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ടൊക്കെ മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ 2019 ഈ കഴിഞ്ഞ വർഷം നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഒരു 800 ടൺ കോയിലുണ്ട്. അതിന്റെ ഏരിയ ഇത്രയാണ്, 0.05 മീറ്റർ സ്ക്വയർ. അതിന് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചേക്കാണ്. ഓക്കെ. വെൻ ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് റൊട്ടേറ്റഡ് ബൈ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഇൻ 0.1 സെക്കൻഡ്സ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ് വിൽ ബി എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പടം ഒന്ന് വരയ്ക്കാം. ഇതൊരു കോയിലാന്ന് വിചാരിക്കാം. ഉണ്ടോ? ഇതിങ്ങനെ സിംഗിൾ ടൺ കോയിലല്ല, ഇതിൽ ഏതാണ്ട് 800 ടേൺസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ടേൺസ് വരയ്ക്കാം. ഇങ്ങനെ 800 ടേൺസ് ഉള്ള ഒരു കോയിൽ ഉണ്ടോ? അപ്പൊ ഇതിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തേക്കാണ്. ഉണ്ടോ? ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തേക്കാണ്. അപ്പോ നമ്മൾ ഈ കോയിലിനെ എന്നിട്ട് എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്യിച്ചു. ഞാൻ ഒന്ന് ഇത് കാണിച്ചു തരാം. ഇതായിക്കോട്ടെ കോയില്. ഇവിടെ അങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കോയിലിനെ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അവര് രണ്ട് ഇൻസ്റ്റൻസസേ പറയുന്നുള്ളൂ. ഒന്ന് ഇനീഷ്യൽ ആയിട്ടുള്ള കേസ്. ഇനീഷ്യൽ ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് എന്താ അവർ പറയുന്നത്? കോയിലിനെ നമ്മൾ എങ്ങനെ വെച്ചേക്കുന്നത്? ഈസ് കെപ്റ്റ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇനിഷ്യലി നമ്മൾ ഈ കോയിലിനെ എങ്ങനെയാണ് വെക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന് എങ്ങനെയാണ് വെക്കുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെക്കുന്നത്. നോക്കാം. ഇപ്പം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണോ? നമുക്ക് ഇങ്ങനെ ഞാൻ വരച്ചാൽ ഇങ്ങനെ നോക്കാം. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമാണ്. അത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ്, ഞാൻ എൻ്റെ ഈ പെൻ കാണിക്കുന്ന ആ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അപ്പൊ ഇപ്പൊ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിന് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ. അപ്പം ഈ കോയിലിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ. എന്താണ് ഫ്ലക്സിന്റെ ഇക്വേഷൻ? എന്താ? ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു NB ഇൻറ്റു NB ഡോട്ട് A, അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? N ഇൻറ്റു BA കോസ് തീറ്റ. അപ്പൊ ഇവിടെ ഈ N എന്ന് പറയുന്നിടത്ത് എന്താ? നമ്പർ ഓഫ് ടേൺസ്. എന്താ B എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റിക് ഫീൽഡ്. A എന്ന് പറയുന്നിടത്ത് എന്താ? ഏരിയ. തീറ്റ എന്താന്ന് വെച്ചാല് ബിന്റെ എന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്? ബിന്റെ എന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്? തീറ്റ. ഈ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും എ എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ വെക്ടറുമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചോളാം. ഇതാണ് നമ്മുടെ ഏരിയ. ഏരിയയുടെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഉണ്ടോ? ഇതാണ് ഒരു ഏരിയ. അപ്പൊ അതിന്റെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറ. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? അങ്ങോട്ടല്ല ആക്ട് ചെയ്യുന്നത്. കണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് ആക്ട് ചെയ്തോണ്ടിരിക്കുമല്ലേ? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് ആക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏരിയ വെക്ടർ എപ്പോഴും ഏരിയക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഏരിയ വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? 0 ഡിഗ്രി അല്ലേ? ഓക്കെ. അപ്പോ ഇപ്പൊ രണ്ടുപേരുടെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? 0 ഡിഗ്രി അല്ലേ? നോക്ക്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് ആക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിന്റെ ഏരിയ വെക്ടറും അങ്ങോട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? 0 ഡിഗ്രി. ഇപ്പം എത്ര ഡിഗ്രിയാ? 0 ഡിഗ്രി. ഓക്കെ. ഞാൻ ഈ കോയിലിനെ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ചു? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ചു. കണ്ടോ? ഇപ്പൊ കോയിൽ ഇവിടെ നിൽക്കുക. ഇങ്ങനെ എന്ന കോയിലാണ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ചു. ഇപ്പൊ ഈ കോയിൽ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പം ആംഗിൾ എത്ര ഡിഗ്രി വരും? കണ്ടോ? ഏരിയ വെക്ടർ ഇങ്ങോട്ട് ആക്ട് ചെയ്ത്. ഏരിയ വെക്ടർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഏരിയ. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് ആക്ട് ചെയ്യുന്ന അങ്ങോട്ട്. അപ്പൊ ഇപ്പൊ രണ്ടാമത്തെ കേസിൽ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. കാര്യം മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, ഇതിന്റെ ഏരിയ വെക്ടർ എങ്ങോട്ടാ? മുകളിലോട്ടാണ്. അപ്പോ നമുക്ക് വേണ്ടത് EMF ആണ്. കോയിലിൽ എത്രത്തോളം EMF ഉണ്ടായെന്നുള്ളതാണ് ചോദ്യം. EMFന്റെ ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ. ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഇനിഷ്യലി ഫ്ലക്സ് എത്രയായിരുന്നു? ഫ്ലക്സിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? NBA cos θ. അപ്പൊ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫൈനൽ മൈനസ് ഇനിഷ്യൽ എടുക്കേണ്ടി വരും. ഫൈനൽ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആംഗിൾ മൈനസ് ഇതെല്ലാം സെയിം തന്നെ അല്ലേ? NBA cos θ1. കണ്ടോ? അപ്പൊ ഇതിനകത്ത് NBA കോമൺ അല്ലേ? അപ്പൊ NBA കോമൺ ആയിട്ട് നമുക്ക് അതിനെ പുറത്തോട്ട് എടുക്കാം. വേണമെങ്കിൽ ഡിഫറൻസ് എടുക്കാൻ നേരത്തെ നിങ്ങൾ ഒരു കാര്യം നോക്കിയോ. ഇവിടെ ആംഗിൾ, രണ്ടാമത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരുന്നു? 90 ഡിഗ്രി അല്ലായിരുന്നോ? അപ്പൊ ഈ ടേം മൊത്തത്തിൽ അങ്ങ് പോകും. ഇനി മിച്ചമുള്ളത് എന്താ? NBA cos 0. ഇനിഷ്യലി ആംഗിൾ 0 അല്ലായിരുന്നോ? അതെ. കോയിൽ ഇനിഷ്യൽ പൊസിഷൻ ഇതാ. ഏരിയ വെക്ടർ ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്.
അപ്പൊ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി? 0 ഡിഗ്രി. അപ്പോൾ മൈനസ് എൻ ബി എ കോസ് 0 എന്ന് പറഞ്ഞാൽ കോസ് 0 ആൻസർ എത്ര? 1. അപ്പൊ മൈനസ് എൻ ബി എന്ന് പറഞ്ഞു വന്നില്ലേ? ഉണ്ടോ? മൈനസ് എൻ ബി എ. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ ഇ എം എഫ് ഈസ് മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. ഫാരഡേസ് ലോ എല്ലാവർക്കും അറിയാലോ. ഫാരഡേസ് ലോ പറയുന്നത് എന്താ? വെനെവർ ദർ ഇസ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ആൻഡ് ഇ എം എഫ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഈസിക്കൽ ടു എന്താ? മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. അപ്പോൾ ഒരു മൈനസ് ഉണ്ടല്ലോ, ഈ മൈനസ് ഭാഗത്ത് മൈനസ് ഇങ്ങനെ എന്ത് പറ്റും? ക്യാൻസൽ ആയി പോകും. നമ്പർ ഓഫ് ടേൺസ് 800 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് അവർ ക്വസ്റ്റിന് തന്നെ വന്നിട്ടുണ്ട്. എത്രയാണ്? 5 × 10⁻⁵. ഇനി ഏരിയ എത്രയാ? 0.05. ടൈം എത്ര സെക്കൻഡ്സാ? 0.1 സെക്കൻഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക, നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? 0.02 വോൾട്ട്. അപ്പൊ നിങ്ങളുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാ? ഡി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. നിങ്ങൾ നോക്കിക്കോ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് കോയിലിന് വെച്ച്. അപ്പം നിങ്ങൾ എപ്പോഴും ഈ തീറ്റ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കാവുള്ളൂ? തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ? കണ്ടോ? ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിലല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരുടെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി? 0 ഡിഗ്രി. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. കണ്ടോ? ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് തന്നെ ആക്ട് ചെയ്തിരിക്കുന്നത്, ആ ഡയറക്ഷൻ കണ്ടോ? ഇങ്ങോട്ട് തന്നെ ആക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്. അപ്പൊ രണ്ടുപേരുടെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാമത്തെ ആംഗിൾ 90 ഡിഗ്രി. ഫസ്റ്റ് ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി. അപ്പം മൈനസ് എൻ ബി എ കോസ് 0 എന്ന് പറഞ്ഞ് മാത്രം എഴുതിയാൽ മതി. കോസ് 0 1 ആണ്. ഇ എം എഫ് ഇക്വേഷൻ എന്താ? ഫാരഡേസ് നിയമം പ്രകാരം മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ ഐഡിയ? അപ്പൊ ഫാരഡേസ് ലോ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഫാരഡേസ് ലോ എന്താ? ഈസിക്കൽ ടു എന്താ? മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. ഈസിക്കൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. ഓക്കെ. ഫാരഡേസ് ലോയിൽ നമ്മൾ ഡി ഫൈവ് ബൈ ഡി ടി എന്ന് എഴുതുള്ളൂ. ഇതിന്റെ ഫ്രണ്ടിൽ മൈനസ് ഇടുന്നത് എന്തിനാന്ന് വെച്ചാല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലെൻസസ് ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പഠിച്ചതല്ലേ നിങ്ങൾ? ലെൻസസ് ലോ എന്താ? ലെൻസസ് ലോ നോക്ക്. ഇത് കണ്ടോ? ഇതൊരു കോയിലാ. നമ്മൾ ഈ കോയിലിൽ, ഇത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടോ. ക്വസ്റ്റ്യനെ ഈ തിയറി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനൊരു കാന്തം ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവരികയാണ്. ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ നേരത്തെ ഇവിടെ എന്ത് സംഭവിക്കും? ഇതൊരു കോയിലല്ലേ? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നേരത്തെ ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇല്ലേ? ഉണ്ടോ? അപ്പൊ ഈ കോയിലിൽ എന്ത് ചേഞ്ച് ആവും? ഫ്ലക്സ് ചേഞ്ച് ആവും. ഈ കോയിലിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും? ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് ഇതിനകത്തൊരു ഇ എം എഫ് ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് ഇതിനകത്തൊരു കറണ്ട് ഉണ്ടാവും. ഉണ്ടോ? ഞാൻ ആ കറണ്ടിന്റെ ഡയറക്ഷൻ ഇട്ടേക്കുന്നുണ്ട്. എങ്ങോട്ടാ? ഓപ്പോസിറ്റാണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. കറണ്ട് ഇങ്ങോട്ടാണ് ഒഴുകുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. എന്തായാലും ഇപ്പം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു കാന്തം ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഈ കോയിലിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും? ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഇതിലൊരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഇതിലൊരു ഇ എം എഫ് ഉണ്ടാവും, ഫാരഡേസ് നിയമ പ്രകാരം. ഇനി ഉണ്ടാകുന്ന ഇ എം എഫ് എപ്പോഴും ആരാണോ ഇങ്ങനൊരു ഫ്ലക്സ് ചേഞ്ച് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയത് അതിനെ ഓപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നേരത്ത്, ഈ കാന്തത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നേരത്തെ ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായില്ലേ? ആ ഫ്ലക്സ് ചേഞ്ച് കാരണം ഇതിൻ്റെ അകത്തൊരു ഇ എം എഫ് ഉണ്ടായില്ലേ? ആ ഇ എം എഫ് എപ്പോഴും എന്താ ശ്രമിക്കുന്നത്? ആരാണോ ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാക്കിയത് അതിനെ കുറയ്ക്കാൻ നോക്കും. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ ഫലമായിട്ട് ഇതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇത് എന്ത് പോളായിട്ട് വരും? നോർത്ത് പോൾ. ഇതെന്താണ്? സൗത്ത് പോൾ. അപ്പൊ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് എന്താ? സ്പീഡിൽ വന്ന മാഗ്നറ്റ് ഇവിടെ വരുമ്പോൾ സ്ലോ ആവും. കാര്യം ഇതൊരു നോർത്ത് പോൾ ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നോർത്ത് പോൾ റിപ്പൽ ചെയ്യത്തില്ലേ? അപ്പൊ ഇതിന്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അതായത് സ്പീഡിൽ വന്ന മാഗ്നറ്റിന് എന്ത് എനർജി ഉണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. പതുക്കെ ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? ആ എനർജി അങ്ങ് കുറഞ്ഞു പോകും. ആ എനർജി എവിടെ പോയി? അതാണ് ഇതിൽ കിടന്നൊഴുകുന്ന കറണ്ട്. അപ്പൊ അടുത്ത ചോദ്യം കണ്ടോ? ലെൻസസ് ലോ ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ഡാഷ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. കാര്യം കാന്തം ഇങ്ങോട്ട് വരുമ്പോൾ കാന്തത്തിന് എന്ത് എനർജി ഉണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. അത് ഇങ്ങോട്ട് വരുമ്പോൾ ആ കൈനറ്റിക് എനർജിയാണ് ഈ വയറിലൂടെ ഒഴുകുന്ന എന്തായി മാറിയത്? ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. സോ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. നിങ്ങൾക്ക് ഈ ഡയറക്ഷൻസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട. നെക്സ്റ്റ് ഞാൻ അതിനെ പറ്റിയിട്ടൊരു തിയറി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നെക്സ്റ്റ് കുറച്ച് തിയറിയിലോട്ട് പോവാണ് കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ആണ്. ഇത് കണ്ടോ? ഇതൊരു വയറിലൂടെ കറണ്ട് പോവാണ്. അപ്പം നിങ്ങൾക്കറിയാലോ ഒരു വയറിലൂടെ കറണ്ട് പോവുകയാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുമെന്ന് അറിയാമല്ലോ. അതാണല്ലോ നിങ്ങൾ ഒരു ചാപ്റ്ററിൽ മൊത്തം പഠിച്ചത്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇതൊരു വയറാണ്, ഇതൊരു ലൂപ്പാണ്, ക്ലോസ്ഡ് പാത്താണ്. അപ്പൊ ഇതുവഴി കറണ്ട് ഒഴുകുകയാണ്. അപ്പൊ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെയാണ് നോർത്ത് പോൾ എവിടെയാണ് സൗത്ത് പോൾ എന്ന് കണ്ടുപിടിക്കാൻ റൂൾ ഉണ്ട്. അതാണ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയും.
കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ നമ്മുടെ വിരലുകളെ മടക്കുക. കണ്ടോ, ഇങ്ങനെ മടക്കുക. കറണ്ട് പോകുന്ന ഇങ്ങനല്ലേ. അപ്പൊ നമ്മുടെ തമ്പ എങ്ങോട്ടാണ് കാണിക്കുന്നത്? മുകളിലോട്ട്. അപ്പൊ മുകളിലായിരിക്കും എന്ത് പോള്? നോർത്ത് പോള്. താഴെ ആയിരിക്കും എന്ത് പോള്? സൗത്ത് പോള്. അപ്പൊ ഇതിങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്യും. ഉണ്ടോ? നോർത്ത് പോളിൽ നിന്ന് എങ്ങോട്ടാ? സൗത്ത് പോളിലോട്ട്. ക്ലിയർ ആണല്ലോ ഐഡിയ? ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നിങ്ങൾ തന്നെത്താനൊന്ന് ട്രൈ നോക്കണം. നിങ്ങൾ വീട്ടിൽ ഈ പടം വരച്ചിട്ടിട്ട് തന്നെത്താൻ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. എങ്ങനെയാ? കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെ? ഇങ്ങനെ. അപ്പൊ ഇങ്ങോട്ട്. അപ്പം തമ്പ എങ്ങോട്ട് കാണിക്കുന്നത്? താഴത്തോട്ട്. അപ്പൊ ഇതായിരിക്കും എന്ത് പോള്? നോർത്ത് പോള്. ഇതായിരിക്കും എന്ത് പോള്? സൗത്ത് പോള്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ? ഇങ്ങനെ. ഉണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്. ക്ലിയർ ആണല്ലോ? ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് 1-2 എക്സാമ്പിൾസിലൂടെ കൂടെ മൂവ് ചെയ്യാം. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കണം. ട്രൈ നോക്കാം, പിടി കിട്ടുമായിരിക്കും. ഇതൊരു കോയിലാണ്. ഞാനിവിടെ കുറച്ച് ഡോട്ടഡ് ലൈൻസ് വരച്ചേക്കുന്നുണ്ട്. അത് കോയിലിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കോയിൽ ഉണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു കോയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ. അതാണ് ഞാനിവിടെ വരച്ചേക്കുന്ന കോയിൽ. അപ്പോൾ നിങ്ങൾ ബാക്ക് വശം ഒന്നും നോക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒരു കോയിൽ ഇവിടെ ഉണ്ടെന്ന് മാത്രം വിചാരിക്കാം. ഞാനൊരു കാന്തം അങ്ങോട്ട് കൊണ്ടുപോവാണ്. ആ കോയിലിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ കാന്തം എന്ന് പറയുന്നിടത്ത്, മാഗ്നറ്റ് എന്ന് പറയുന്നിടത്ത് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഉണ്ടോ? അപ്പോൾ ഇവിടെ എന്ത് ചേഞ്ച് ഉണ്ടായി? ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ അകത്തൂടെ എന്ത് ഫ്ലോ ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോളാം. കറണ്ട് ഫ്ലോ ചെയ്യും. ഞാൻ ഈ മാഗ്നറ്റ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ കോയിലിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും? ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് അതിൽ എന്തുണ്ടാവും? കറണ്ട് ഫ്ലോ ഉണ്ടാവും. കറണ്ട് ഫ്ലോ ഉണ്ടായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. ഇതിൽ കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ. അത് കണ്ടുപിടിക്കേണ്ട റൂളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുന്ന നോക്കും. ഇത് അങ്ങോട്ട് വരാൻ നിർത്ത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുവാ. ഉണ്ടോ? ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കാൻ നേരത്ത് ഇവിടെ എന്ത് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുക? ഫ്ലക്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ കോയിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഇതിലുണ്ടാകുന്ന കറണ്ട് ആ ഫ്ലക്സ് ചേഞ്ചിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കും? കുറയ്ക്കാൻ ശ്രമിക്കും. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് ഇങ്ങനെ ഒഴുകണം. ഇങ്ങനെ. ഉണ്ടോ? ഇങ്ങനെ. ഇവിടെ നമ്മുടെ കോയിൽ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒഴുകണം. ഇവിടെ നിന്നല്ലേ കാന്തം വരുന്നത്? നോക്കും. ഇവിടെ നിന്നല്ലേ മാഗ്നറ്റ് ഇങ്ങനെ വരുന്നത്? കണ്ടോ? മാഗ്നറ്റ് ഇങ്ങനെ വരുന്നത് കണ്ടോ? അപ്പൊ നമ്മുടെ ഇവിടെ നിൽക്കുന്ന കോയിലിൽ കറണ്ട് എങ്ങനെ ഒഴുകണം? ഇങ്ങനെ ഒഴുകണം. കണ്ടോ? അപ്പൊ ഇതായിരിക്കും നോർത്ത് പോള്. ഇതായിരിക്കും നോർത്ത് പോള്. ഇതായിരിക്കും എന്ത്? സൗത്ത് പോള്. അപ്പം ഞാൻ എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാല്, അപ്പൊ ഇതുവഴി ഇങ്ങനെ കറണ്ട് ഒഴുകുമല്ലേ. അപ്പൊ ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. ഉണ്ടോ? അപ്പോ ഇത് നോർത്ത് ആയില്ലേ, ഇത് നോർത്ത് ആയില്ലേ. അപ്പൊ ഇവിടെ എന്തായി? ഒപ്പോസിഷൻ വന്നില്ലേ. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 500 ഫ്ലക്സ് ഉണ്ടെങ്കിൽ, ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 500 ഫ്ലക്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇപ്പൊ എന്ത് വരാൻ തുടങ്ങി? ഒരു 200 ഫ്ലക്സ് വരാൻ തുടങ്ങി എന്ന് വിചാരിക്കും. മൊത്തത്തിൽ ഇപ്പൊ ഫ്ലക്സ് കുറഞ്ഞില്ലേ? ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 500 ഫ്ലക്സ് വരുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ഫ്ലക്സ് വരുന്നുണ്ട്? 200 ഫ്ലക്സ് വരുന്നുണ്ട്. അപ്പൊ ടോട്ടലായിട്ട് ഇവിടെ ഫ്ലക്സ് എന്ത് ചെയ്തു? കുറച്ചു. ഓൾവേസ് ദ ഇൻഡ്യൂസ്ഡ് EMF opposes the cause producing the change of flux is equal to minus d∅dt. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ ഡിസ്കസ് ചെയ്തത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെൻസ് സിസ്റ്റം. അടുത്ത എക്സാമ്പിൾ നിങ്ങളൊന്ന് നോക്കിയേ. നമ്മൾ കോയിലിനെ ഇങ്ങോട്ട് വലിക്കുകയാണ്. അപ്പൊ ഓൾറെഡി ഇവിടെ ഫ്ലക്സ് ഉണ്ട്. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് വലിക്കാൻ നേരത്തെ എന്ത് പറ്റും? ഇവിടുത്തെ ഫ്ലക്സ് എന്ത് ചെയ്യും? കുറയും. ഇവിടുത്തെ ഫ്ലക്സ് ഓൾറെഡി ഇവിടെ കറണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഫ്ലക്സ് കുറയുകയാണെങ്കിൽ ഇതിലുണ്ടാകുന്ന കറണ്ട് ആ ഫ്ലക്സിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കും? കൂട്ടാൻ ശ്രമിക്കും. കൂട്ടണമെന്നുണ്ടെങ്കിൽ കറണ്ട് എങ്ങനെ ഒഴുകണം? ഇങ്ങനെ ഒഴുകണ്ടേ. നമുക്ക് ആ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകണം. നോക്കും. ഉണ്ടോ? ഞാനിവിടെ കോയിലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനല്ലേ ഒഴുകണ്ടേ. അപ്പൊ എൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു കോയിലുണ്ടെങ്കിൽ നോക്കും. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഡിപ്പേറ്റ് ചെയ്ത് തരാം. ഇവിടെ വെച്ച് കാണിച്ചു തരാം. നോക്കും. ഇതാണ് നമ്മുടെ കാന്തം. ഉണ്ടോ? ഇതാണ് നമ്മുടെ കോയില്. ഇത് നമ്മുടെ കോയിലാണ്. ഉണ്ടോ? നമ്മുടെ കോയില്. ഇതാണ് നമ്മുടെ കാന്തം. കാന്തം പുറത്തോട്ട് പോവാണ്. ഉണ്ടോ? അപ്പൊ ഈ കോയിലിൽ ഇങ്ങനെ ഫ്ലക്സ് കുറയാണ്. ഫ്ലക്സ് കുറയാൻ നേരത്തെ എന്ത് വരും? കറണ്ട് ഇങ്ങനെ ഒഴുകും. കറണ്ട് ഇങ്ങനെ ഒഴുകിയ അപ്പുറത്ത് നോർത്ത് പോൾ, ഇപ്പുറത്ത് എന്തായിരിക്കും? സൗത്ത് പോള്. ഇവിടെ നോർത്ത് പോള്, ഇവിടെ എന്താ? സൗത്ത് പോള്. ഉണ്ടോ? അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ എന്ത് പറ്റും? അപ്പൊ എന്ത് സംഭവിക്കും? ഇത് കാരണം കുറെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകത്തില്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ ഫ്ലക്സ് എന്ത് ചെയ്തു? കൂട്ടി. നേരത്തെ ഫ്ലക്സ് കുറവായിരുന്നു. ഇപ്പൊ ആ ഫ്ലക്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? കൂട്ടാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് വരയ്ക്കുന്നത്. അതായത് ഇത് ഇങ്ങോട്ട് പോകുമ്പം ഫ്ലക്സിനെ, കോയിൽ ഫ്ലക്സ് കൂടുവാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഫ്ലക്സിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കും? കുറയ്ക്കാൻ ശ്രമിക്കും. ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നേരത്തെ ഇവിടെ ഫ്ലക്സ് എന്ത് ചെയ്യാണ്? കുറയാണ്. അപ്പൊ ഫ്ലക്സിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കും? കൂട്ടാൻ ശ്രമിക്കും. ഓക്കെ, മനസ്സിലാത്തൊരു അടുത്ത എക്സാമ്പിൾ നോക്കിക്കും. ഇത് കണ്ടോ? ഇതൊരു സർക്കുലർ ലൂപ്പാ. അപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ക്രോസ് ചിഹ്നം എന്തിനാണ് സൂചിപ്പിക്കുന്നത് അറിയാലോ?
മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നതാണ്. മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട് കയറുന്നു എന്നുള്ളൊരു അർത്ഥമാണ് ഇതിനുള്ളത്. സോറി, യെസ്, അകത്തോട്ട് കയറുന്നു എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ B=B0T ആണ്. നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഇത് ടൈമാണ്. അതായത് ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കൊണ്ടേയിരിക്കും. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കോയിലിനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. അകത്തോട്ട് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഫ്ലക്സ് കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ ഈ കോയിലിൽ ഉണ്ടാകുന്ന കറണ്ട് അല്ലെങ്കിൽ EMF എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഫ്ലക്സിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കും? കുറയ്ക്കാൻ ശ്രമിക്കും. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് എങ്ങനെ ഒഴുകണം? ഇങ്ങനെ ഒഴുകണം. ഇങ്ങനെ ഒഴുകിയാൽ ഇപ്പുറത്താണ് നോർത്ത് പോള്, അപ്പുറത്താണ് എന്ത്? സൗത്ത് പോള്. അകത്തോട്ടല്ലേ ഫീൽഡ് ലൈൻസ് പോകുന്നത്. ഇതിലുണ്ടാകുന്ന കറണ്ട് കാരണം കുറെ മാഗ്നറ്റിക് ലൈൻസ് എങ്ങോട്ട് പോകും? പുറത്തോട്ട് പോകും. അപ്പൊ ഇൻഎഫക്റ്റ് ഇവിടുത്തെ മാഗ്നറ്റിക് ലൈൻസ് എന്ത് പറ്റും? കുറയും. ഐഡിയ ക്ലിയർ ആയാൽ നിങ്ങൾ ഒന്നുകൂടെ കേട്ട് നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെ B=B0T. പക്ഷെ ഇവിടെ ഒറ്റ വ്യത്യാസമുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? പുറത്തോട്ടാണ്. ഡോട്ട് ഇട്ടാൽ മാഗ്നറ്റിക് ലൈൻസ് എങ്ങോട്ടാണ്? പുറത്തോട്ട്. നോക്ക്, അപ്പൊ എങ്ങോട്ടായിരിക്കും കറണ്ട് ഫ്ലോ? എങ്ങോട്ടായിരിക്കും? നോക്കാം നമുക്ക്. ഇപ്പൊ മാഗ്നറ്റിക് ലൈൻസ് പുറത്തോട്ട് പോവല്ലേ, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാകുന്ന കറണ്ട് എങ്ങനെ ഒഴുകണം? ഇങ്ങനെ ഒഴുകണം. ഇങ്ങനെ ഒഴുകുവാണെങ്കിൽ ഇതാണ് നോർത്ത് പോള്, ഇതാണ് സൗത്ത് പോള്. അപ്പൊ എന്ത് പറ്റും? ഇതിലുണ്ടാകുന്ന കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ലൈൻസ് എങ്ങോട്ട്? അകത്തോട്ട് പോകും. അപ്പൊ നെറ്റ് ആയിട്ട് ഇവിടുത്തെ മാഗ്നറ്റിക് ലൈൻസ് എന്ത് ചെയ്യും? കുറയും. ക്ലിയർ ആണ് ഐഡിയ? അപ്പൊ ഇത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റുകൾ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ചോദിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങളതിൽ അറിയേണ്ട. കുറച്ച് ഡിഫിക്കൽട്ടാണ് ആ കോൺസെപ്റ്റ്സ് കിട്ടാൻ വേണ്ടി. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാം കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ഒരു സെക്ഷനിലോട്ട് കയറുവാണേ. ഇത് കണ്ടോ? ഇതൊരു കണ്ടക്ടറാണ്. കണ്ടക്ടറിന്റെ നീളം L. ഓക്കെ, കണ്ടക്ടറിനെ പേര് AB ആണ് കേട്ടോ. കണ്ടക്ടർ AB ഓഫ് ലെങ്ത് L and it is being moved in a magnetic field B. ക്രോസ് ഇട്ടേക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ കണ്ടക്ടർ കുറച്ച് നമ്മുടെ ഈ കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ? B. ഇനി ഈ കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യിക്കുമ്പം കണ്ടക്ടറിൽ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന EMFന്റെ ഇക്വേഷൻ ആണ് എന്ത്? BLV എന്ന് പറയും. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ്. L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിനെ V വെലോസിറ്റിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന EMFന്റെ ഇക്വേഷൻ ആണ് എന്ത്? BLV. ഓക്കെ, ശരി. ഇതിൽ നിങ്ങൾ പഠിക്കാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കണ്ടക്ടർ ശരിക്കും ഒരു EMF ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇതൊരു സെല്ലായിട്ട് ആക്ട് ചെയ്യത്തില്ലേ? ഈ കണ്ടക്ടർ തന്നെ എന്തായി മാറും? ഒരു സെല്ലായി മാറും. ഓക്കെ, ആ സെല്ലിന്റെ പോസിറ്റീവ് എവിടെയാണ്, നെഗറ്റീവ് എവിടെയാണ്? അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു റൂൾ ഉണ്ട്. ഇതാണ് ഇതിന്റെ വെക്ടർ ഇക്വേഷൻ. നോക്കിക്കോ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് വെക്ടർ കണ്ടോ? V. സെക്കൻഡ് വെക്ടർ ആണ് ആര്? B. ശരിക്കും ഇത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? E=BLV sin θ എന്നാണ് ഇതിന്റെ ആക്ച്വൽ ഇക്വേഷൻ. ഓക്കെ, തീറ്റ 90 ഡിഗ്രിയാ എന്ന് പറഞ്ഞാൽ ബിയുടെയും വിയുടെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അതുകൊണ്ടാണ് നിങ്ങൾ അത് 90 ഡിഗ്രി ഇവിടെ എഴുതാത്തത്. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലറാണ്, അതുകൊണ്ടാണ് അത് ഇവിടെ എഴുതാത്തത്. എനിവേ, നമുക്ക് ഇതിന്റെ കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുമ്പം കണ്ടക്ടർ സെല്ലായിട്ട് ആക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. സെൽ എന്ന് പറഞ്ഞാൽ EMF ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എവിടെയാണ് ഇതിന്റെ പോസിറ്റീവ് പൊളാരിറ്റി, എവിടെയാണ് ഇതിന്റെ നെഗറ്റീവ് പൊളാരിറ്റി? അത് കണ്ടുപിടിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വെക്ടർ ആരാ? V അല്ലേ? ആ ഡയറക്ഷൻ നിങ്ങളുടെ തമ്പ് പിടിക്കണം. കണ്ടോ? സെക്കൻഡ് വെക്ടറിന്റെ ഡയറക്ഷനിൽ നിങ്ങളുടെ ഫിംഗേഴ്സിനെ പോയിന്റ് ചെയ്യണം. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? അകത്തോട്ട്. അപ്പൊ നിങ്ങളുടെ ഈ പാം എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത് നോക്കണം. എങ്ങോട്ടാണ്? മുകളിലോട്ടല്ലേ? മുകളിലായിരിക്കും പോസിറ്റീവ്, താഴെ ആയിരിക്കും എന്ത്? നെഗറ്റീവ്. അപ്പൊ പോസിറ്റീവ് ചാർജുകളെല്ലാം മുകളിലും നെഗറ്റീവ് ചാർജുകളെല്ലാം എവിടെ ആയിരിക്കും? താഴെ ആയിരിക്കും. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് ഇതിന്റെ പോസിറ്റീവ് പൊളാരിറ്റി എവിടെയാണെന്ന് വെച്ചാൽ മുകളിലായിരിക്കും പോസിറ്റീവ് പൊളാരിറ്റി, താഴെ ആയിരിക്കും എന്ത് പൊളാരിറ്റി? നെഗറ്റീവ് പൊളാരിറ്റി. കണ്ടുപിടിക്കുന്ന രീതി മനസ്സിലായല്ലോ? ഫസ്റ്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ ഫിംഗേഴ്സിനെ പോയിന്റ് ചെയ്യാം. ഫസ്റ്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ നിങ്ങളുടെ തമ്പ് പോയിന്റ് ചെയ്യുക. നിങ്ങളുടെ ഫിംഗേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? സെക്കൻഡ് വെക്ടറിന്റെ ഡയറക്ഷൻ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എങ്ങോട്ടാണ് കാണിക്കുന്നത്? അങ്ങോട്ടായിരിക്കും എന്ത്? പോസിറ്റീവ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് ചെയ്ത് നോക്കാം. നോക്കാം, അവർ ചോദിച്ചേക്കുന്ന ചോദ്യം ഇതാണ്. നിങ്ങളിൽ ഒരു വയറാണ്. വയറിന് നമ്മൾ വളച്ച് ഒരു സെമി സർക്കിൾ ആകൃതിയിലാക്കി വെച്ചേക്കാണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, വയറിനെ വളച്ച് നമ്മൾ എന്ത് ചെയ്ത് വെച്ചേക്കാം? സെമി സർക്കിൾ ആകൃതി വെച്ചേക്കാണ്. ഇതിന്റെ റേഡിയസ് 6 ആണ്. ഒരു V വെലോസിറ്റിയിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുകയാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇതിലുണ്ടാകുന്ന EMF എത്ര? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, പോസിറ്റീവ് പൊളാരിറ്റി എവിടെ, നെഗറ്റീവ് പൊളാരിറ്റി എവിടെ? അത് കണ്ടുപിടിക്കാൻ എന്താ വഴി? പോസിറ്റീവ് പൊളാരിറ്റി, നെഗറ്റീവ് പൊളാരിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ റൂൾ അപ്ലൈ ചെയ്തേ. ഫസ്റ്റ് വെക്ടർ ആരാ? വെലോസിറ്റി ഡയറക്ഷൻ തമ്മിൽ പിടിക്കുക. കണ്ടോ?
മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്ന അകത്തോട്ട്. അപ്പം ഇതെങ്ങോട്ടാണ് കാണിക്കുന്നത്, അങ്ങോട്ടായിരിക്കും എന്ത് പോസിറ്റീവ്. അപ്പോൾ ഇതായിരിക്കും എന്ത് പൊളാരിറ്റി, പോസിറ്റീവ് പൊളാരിറ്റി. ഇതായിരിക്കും എന്ത് പൊളാരിറ്റി, നെഗറ്റീവ് പൊളാരിറ്റി. ഇനി നമുക്ക് EMF എടുക്കാം. E=BLV sin θ അല്ലേ. തീറ്റ എത്ര ഡിഗ്രിയാ, 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, sin 91 അല്ലേ. ഓക്കെ, ബാക്കി B അല്ലേ. ഇനി L എടുക്കുമ്പം എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് എടുക്കാവുള്ളൂ. അതായത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, എ ലൈൻ ജോയിനിങ് ഈ രണ്ട് പോയിന്റ്സ് സ്റ്റാർട്ടിങ് എൻഡിങ് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ കണ്ടോ. ദൂരം എത്ര വരും, ഇത് R അല്ലേ, അപ്പൊ R + R എത്ര വരും, 2R കണ്ടോ ഇൻറ്റു V. അപ്പം എന്ത് വരും, EMF ഇൻഡിക്കേഷൻ എന്ത് വന്നത്, 2R ഇൻറ്റു B ഇൻറ്റു V. ഓക്കെ, നിങ്ങൾ ഈ ലെങ്ത് അല്ല നിങ്ങൾ നോക്കണ്ടേ, നിങ്ങൾ ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണക്ടിങ് 2 പോയിന്റ്സ് ആണ്. അപ്പൊ അത് എത്ര വരും, 2R ഇൻറ്റു B ഇൻറ്റു V. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന കോൺസെപ്റ്റ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ഒരു L ലെങ്ത് ഉള്ള ഒരു വയർ AB, നമ്മൾ അതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യാം. നോക്കിയോ, അപ്പൊ ഇതിലുണ്ടാവുന്ന EMF എത്രയായിരിക്കും, എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും, സെയിം ഇക്വേഷൻ തന്നെ, E=BLV sin θ. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടുത്തെ EMF എത്രയായിരിക്കും, 0 ആയിരിക്കും. എന്താ EMF 0 എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ, EMF ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ബിയും എല്ലും വിയും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ബിയും എല്ലും വിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ EMF ഉണ്ടാകത്തില്ല. ഇവിടെ വെലോസിറ്റി എങ്ങോട്ട് ആക്ട് ചെയ്യുന്ന, ഇങ്ങോട്ടല്ലേ, അത് ലെങ്തിന് പാരലൽ ആയിട്ടല്ലേ നിൽക്കുന്നത്. വെലോസിറ്റി വെക്ടറും ഈ ലെങ്ത് എന്ന് പറയുന്ന വെക്ടറും രണ്ടും ഒരേ ഡയറക്ഷനല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന EMF എത്രയായിരിക്കും, 0. നോക്കിയേ, ഇവിടെ അങ്ങനെയാണോ, വെലോസിറ്റി ഇങ്ങോട്ട് അല്ലെ, ലെങ്ത് മുകളിലോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ, അകത്തോട്ട്. കണ്ടോ, ഇത് വെലോസിറ്റി കണ്ടോ, ഇത് ലെങ്ത്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്. മൂന്ന് പേര് എന്താ മ്യൂച്വലി പെർപെൻഡിക്കുലർ, അതുപോലെയാണ് ഇവിടെ അല്ല. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന EMF എത്രയായിരിക്കും, 0 ആയിരിക്കും. ഇതേ നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ക്വസ്റ്റ്യനിലല്ല, നിങ്ങൾ തിയറി ആയിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക കണ്ടോ. ഇനി ഞാൻ ഇവിടെ ഒരു വയറിനെ ഫിക്സ് ചെയ്തു, ഈ O എന്ന് പറയുന്ന പോയിന്റിൽ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ വയറിനെ ഇട്ട് ഇങ്ങനെ കറക്കുക കണ്ടോ, കറക്കുക. എന്ത് വേഗതയിലായിട്ട് കറക്കുന്ന, ഒമേഗ. അപ്പം ഈ വയറിൽ ഉണ്ടാകുന്ന EMF എത്രയായിരിക്കും, ½ BL² ഒമേഗ. ഇതിന്റെ നീളം എല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന EMF ഇക്വേഷൻ ആണ് എന്ത്, ½ BL² ഒമേഗ. നിങ്ങൾ തിയറി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ ഈ വയറിനെ ഇവിടെ ഫിക്സ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഇത് ഇവിടെ വരെയുള്ള നീളം L/2, ഇവിടെ ഇങ്ങോട്ടുള്ള നീളം എത്രയാണ്, L/2. ഇതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലിട്ട് കറക്കുവാണ് കേട്ടോ. അപ്പൊ ഇതിലുണ്ടാകുന്ന EMF എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയോ, ഇങ്ങോട്ട് ഒമേഗ, ഇങ്ങോട്ട് ഒമേഗ. ഓക്കെ, ഇതേ നോക്കിയോ, ഇതെങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാല്, ഇങ്ങോട്ടല്ലേ വെലോസിറ്റി അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ, അകത്തോട്ട്. ക്രോസ് ഇട്ടാൽ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടാന്നല്ലേ. അപ്പൊ ഇതായിരിക്കും എന്ത് പൊളാരിറ്റി, പോസിറ്റീവ് പൊളാരിറ്റി. നമുക്ക് ഈ സെക്ഷൻ മാത്രം എടുക്കാം, ഈ സെക്ഷൻ മാത്രം, 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യും. അത് നമുക്ക് ഈ സെക്ഷനിൽ EMF കണ്ടുപിടിച്ചെടുക്കാം. അപ്പൊ എങ്ങനെ എടുക്കും, വെലോസിറ്റി ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്. അപ്പം പോസിറ്റീവ് പൊളാരിറ്റി എവിടെയാ, ഇവിടെ. നെഗറ്റീവ് പൊളാരിറ്റി ഇവിടെ അല്ലേ. അപ്പൊ ഇതൊരു സെല്ലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവ്, ഇതെന്താ നെഗറ്റീവ്. വീണ്ടും നമുക്ക് ഇതെടുക്കാം. വെലോസിറ്റി എങ്ങോട്ടാ, മുകളിലോട്ട്. കണ്ടോ, വെലോസിറ്റി മുകളിലോട്ടല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് അകത്തോട്ട് തന്നെ അല്ലേ. വെലോസിറ്റി മുകളിലോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്. അപ്പൊ ഇത് എന്ത് പൊളാരിറ്റിയാ, വെലോസിറ്റി മുകളിലോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്. അപ്പൊ ഇത് എന്ത് പൊളാരിറ്റിയാ, പോസിറ്റീവ് പൊളാരിറ്റി. ഇത് എന്ത് പൊളാരിറ്റിയാ, നെഗറ്റീവ് പൊളാരിറ്റി. കണ്ടോ, നോക്കിയേ കണക്ഷൻ കണ്ടോ നിങ്ങൾ. സാധാരണ ഒരു സെല്ല് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ, പോസിറ്റീവ് നെഗറ്റീവ്, പിന്നെന്താ പോസിറ്റീവ് നെഗറ്റീവ്. കണ്ടോ, ഇത് 3 വോൾട്ടാണ്, ഇത് 3 വോൾട്ടാണ്. രണ്ടെണ്ണം കൂട്ടുമ്പോൾ നമുക്ക് എത്ര വോൾട്ട് കിട്ടും, 6 വോൾട്ട്. പക്ഷേ ഇത് നിങ്ങൾ തിരിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നോക്കിയോ, ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, ഇത് 3 വോൾട്ട്, ഇതെന്തായിരിക്കും -3 വോൾട്ട്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആൻസർ എത്ര കിട്ടും, 0. സിമിലർലി ഇവിടെ സെല്ലുകൾ അതുപോലെ കണക്ട് ആയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ, 0 വോൾട്ട്. ഇതിൽ EMF ഉണ്ടാവില്ല. There is no EMF generated in this case. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് എൻ്റർ ചെയ്യാണ്. അതിന്റെ പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഇൻഡക്ഷൻ എന്താണെന്നൊക്കെ അറിയാലോ. ഒരു കോയിലിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും, EMF ഉണ്ടാവും. അതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ 2 കോയിൽസ് ഉണ്ട്, കോയിൽ 1ഉം കോയിൽ 2. ഓക്കെ, ഞാൻ കോയിൽ 1ലൂടെ കറണ്ട് കടത്തി വിടുവാണ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ കോയിൽ 2നെ വെച്ചിട്ടുണ്ട്. ഇതുവഴി കറണ്ട് പോകുമ്പോൾ എന്ത് പറ്റും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരും, മാഗ്നറ്റിക് ഫ്ലക്സ് വരും. അപ്പൊ കോയിൽ 1ലൂടെ കറണ്ട് കടത്തി വിടുന്നതിന്റെ ഫലമായിട്ട് കോയിൽ 2ൽ ഫ്ലക്സ് വന്നില്ലേ.
അപ്പോൾ കോയിൽ 2-ൽ വരുന്ന ഫ്ലക്സ് കോയിൽ 1-ലൂടെ ഒഴുകുന്ന എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. 5 പ്രൊപ്പോർഷണൽ ടു എന്താണ്? I1. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? കോൺസ്റ്റന്റ് ആണ് ആര്? M21 എന്ന് പറയുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഇറ്റ് ഇസ് എ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സെക്കൻഡ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ഫസ്റ്റ് കോയിൽ. പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്കൂൾ ക്ലാസ്സുകളിൽ. നമുക്ക് തിരിച്ചൊന്ന് പഠിക്കാം. ഇതുവഴി കറണ്ട് കടത്തി വിടുന്നു. അപ്പം രണ്ടാമത്തെ കോയിലിലൂടെ കറണ്ട് കടത്തി വിടുന്നു. അപ്പൊ ആദ്യത്തെ കോയിലിൽ എന്ത് വരും? ഇതുവഴി കറണ്ട് പോയാൽ ഇവിടെ ഫ്ലക്സ് വരത്തില്ലേ? അപ്പൊ ആദ്യത്തെ കോയിലിൽ വന്ന ഫ്ലക്സ് രണ്ടാമത്തെ കോയിലിലൂടെ ഉള്ള കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം 5-1 ഇസ് ഈക്വൽ ടു എന്താ? കോൺസ്റ്റന്റ് എന്താണ്? M12 ഇൻറ്റു I2. അപ്പം ഇത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് കോയിൽ. ഇത് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. M12 തന്നെയാണ് എന്ത്? M21 എന്ന് പറയുന്നത്. സെയിം തന്നെ ആയിരിക്കും. ഇതിന്റെ യൂണിറ്റ് ഹെൻറി ആണ് കേട്ടോ. ഹെൻറി. അതുപോലെ തന്നെ ജനറൽ ഇക്വേഷൻ ആയിട്ട് ഫ്ലക്സ് ഫൈസിക്കൽ എന്നത് പറഞ്ഞാൽ നമുക്ക് എഴുതാം MI എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഇതേ നിങ്ങൾ നോക്കുക. രണ്ട് കോയിൽസിനെ ഞാൻ കൊയാക്സിലായിട്ട് കണ്ടോ, ആദ്യം ഒരു കോയിൽ വെച്ചു, അതിൻ്റെ ഉള്ളിൽ വേറൊരു കോയിലിനെ വെച്ചു. അപ്പോൾ ഇതിവിടെ ഒരു വലിയ കോയിലും ചെറിയ കോയിലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. വലിയ കോയില് നിങ്ങൾ അതിൻ്റെ റേഡിയസ് R2, വലുതിൻ്റെ എല്ലാം 2 ആയിട്ട് നിങ്ങൾ ഓർത്താൽ മതി, ചെറുതിൻ്റെ എല്ലാം 1 ഉണ്ടോ. അപ്പോൾ ഈ രണ്ട് കോയിലുകളുടെ നീളം L ആണ്. രണ്ട് കോയിലുകളുടെ നീളം L ആണ്. ശരി, അപ്പൊ ഞാൻ വലിയ കോയിലിലൂടെ ഞാൻ എന്ത് കടത്തി വിടുവാണ്? കറണ്ട് കടത്തി വിടുവാണ്. വലിയ കോയിലിലൂടെ കറണ്ട് കടത്തി വിടുവാണ് I2. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒറ്റ കറണ്ട് അല്ലേ ഉള്ളൂ, നമുക്ക് I എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പൊ ഈ ചെറിയ കോയിലിൽ എന്ത് വരും? ഫ്ലക്സ് വരും. ഓക്കെ, ചെറിയ കോയിലിൽ വരുന്ന ഫ്ലക്സ് ആണ് 5-1. ഓക്കെ, ഇനി ഫ്ലക്സ് കണ്ടുപിടിച്ചെടുക്കാനുള്ള ഇക്വേഷൻ എന്താ? അവിടെ നിൽക്കട്ടെ. ഫ്ലക്സ് കണ്ടുപിടിച്ചെടുക്കാനുള്ള ഇക്വേഷൻ എന്താ? N ഇൻറ്റു B ഡോട്ട് എ. അപ്പൊ N നമ്പർ ഓഫ് ടേൺസ് ആണ്. അത് ഏത് കോയിലിലാണോ ഫ്ലക്സ് വരുന്നത് അതിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ് N. അപ്പൊ ഏത് കോയിലാണ് ഫ്ലക്സ് വരുന്നത്? ഏതിനകത്താ? ഈ ചെറിയ കോയിലല്ലേ? ചെറിയ കോയിൽ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പൊ അതിന്റെ നമ്പർ ഓഫ് ടേൺസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതെന്താ സംഭവം? നിങ്ങൾക്ക് അറിയാലോ. എന്താ സംഭവം? എന്താ ഇതെന്ന് പറയുന്നത്? ഈ നീളത്തിൽ എത്ര ടേൺസ് ഉണ്ട്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദിസ് ലെങ്ത്. അതിനാണ് നമ്മൾ ഈ സ്മോൾ ലെറ്റർ N വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ N1 is equal to സ്മോൾ ലെറ്റർ N1 is equal to N1 by L. അല്ലെങ്കിൽ നിങ്ങൾക്ക് N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് എഴുതാം? N1 into L ഉണ്ടോ. അപ്പൊ ഈ N1 ആണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്, N1 into L. ഇനി അടുത്തത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഒരു കോയിലിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്, ഒരു സോളിനോയിഡ് അല്ലേ, സോളിനോയിഡിന്റെ അകത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? B is equal to mu 0 Ni. B is equal to mu 0 Ni എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഈ ഫ്ലക്സിനെ ജനറേറ്റ് ചെയ്യുന്നത് അതിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ് ഇവിടെ എഴുതാൻ. ആരാ ഫ്ലക്സിനെ ജനറേറ്റ് ചെയ്യുന്നത്? സെക്കൻഡ് കോയിലല്ലേ, വലിയ കോയിലല്ലേ. അതുകൊണ്ടാണ് mu 0 N2 into I എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. പിന്നെ ഉള്ളത് ഏരിയ. ഏരിയ എന്ന് പറയുന്നത് എവിടെയാണോ ഫ്ലക്സ് കയറി ലിങ്ക് ആയേക്കുന്നത് അതിന്റെ ഏരിയ വേണം എഴുതാൻ. അതെന്താണ്? പൈ R1². ഓക്കെ, അത് നിങ്ങൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഇട്ടാലും മതി, ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ എഴുതിയാലും മതി. അപ്പൊ ഇത് നിങ്ങളൊന്ന് ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ആണെങ്കിൽ വീണ്ടും ഇവിടെ N2 വന്നിട്ടുണ്ട് കേട്ടോ. N2 നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം. എങ്ങനെ എഴുതാം? N2 is N2 by L ഉണ്ടോ. അപ്പൊ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടില്ല, N2 എന്ന് പറഞ്ഞ് തന്നെ എഴുതിയേക്കുവാണ്. നിങ്ങൾ ഇതിനകത്ത് റീഅറേഞ്ച് ചെയ്യാം. എന്നിട്ട് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു mu 0 കോൺസ്റ്റന്റ് ആണ്, N2 കോൺസ്റ്റന്റ് ആണ്, N1 കോൺസ്റ്റന്റ് ആണ്, L കോൺസ്റ്റന്റ് ആണ്, A കോൺസ്റ്റന്റ് ആണ്. ഇതെല്ലാം കോൺസ്റ്റന്റ്സ് ആണ് ഉണ്ടോ. അപ്പൊ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു I എന്ന് പറഞ്ഞു വന്നില്ലേ? നമ്മൾ തൊട്ടുമ്പ് പഠിച്ചോളൂ. ഫ്ലക്സ് എന്ന് പറയുന്നിടത്ത് എന്താണ്? ഫ്ലക്സ് എന്ന് പറയുന്നിടത്ത് MI ആണ്. ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു എന്താണ്? MI. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ I വന്നിട്ടുണ്ടല്ലോ, I അവിടെ വന്നിട്ടുണ്ടല്ലോ. ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഈ കോൺസ്റ്റന്റിനെയാണ് ഈ രണ്ട് കോയിലുകളുടെ ഇടയിലുള്ള എന്തെന്ന് പറയുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. എത്ര വരും? mu 0 into N1 N2 A into L. ഇതിനെ പല രീതിയിലൊക്കെ റീറൈറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. പല രീതിയിൽ റീറൈറ്റ് ചെയ്യാറുണ്ട്. ഇതിന് N-ന്റെ ടേംസിലൊക്കെ എഴുതാം നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ എഴുതാം. ഈ N-നെയൊക്കെ മാറ്റിയൊക്കെ എഴുതാം. N1-നെ N by L എന്നോ ഇതിനെ അതുപോലെയൊക്കെ തന്നെ നിങ്ങൾക്ക് എഴുതാം. റീപ്ലേസ് ചെയ്യാം. ഈ N1-ന് പകരം N1 by L എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെ എഴുതുവാണെങ്കിൽ mu 0 into N1 by L into N2 by L into A into L എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് ക്യാൻസലൊക്കെ ആയി. അപ്പോൾ അങ്ങനെ എങ്ങനെ വേണം നിങ്ങൾക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് ധാരാളം ഇക്വേഷൻസ് ഉണ്ട്. അടുത്തത് വേറൊരു ടോപ്പിക്കിനോട് കയറാണ്, സെൽഫ് ഇൻഡക്ഷൻ. നിങ്ങൾ കണ്ടോ ഒരു കോയിൽ ഉണ്ടല്ലോ. അപ്പൊ ഈ കോയിലിലൂടെ നമ്മൾ എന്ത് കടത്തി വിടുവാണ്? കറണ്ട് കടത്തി വിടുവാണ്. കറണ്ട് കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ജനറേറ്റ് ചെയ്യും.
അപ്പൊ ഈ കോയിലിൽ തന്നെ എന്ത് ചേഞ്ച് ഉണ്ട്? ഫ്ലക്സ് ചേഞ്ച് ഉണ്ട്. അപ്പോ ഈ കോയിലിൽ ലിങ്ക് അല്ലെങ്കിൽ ഈ കോയിലിൽ ലിങ്ക് ചെയ്യപ്പെടുന്ന ഫ്ലക്സ് എത്രയാണ്? N into B dot A. ഓക്കെ, അപ്പം N into B dot A അല്ലെ? B dot A എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? B എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പ്രസന്റ് ആവുന്ന മാഗ്നറ്റിക് ഫീൽഡ്. എത്ര ഇക്വേഷൻ എന്താ? μ0 into Ni. Ni എന്താന്ന് വെച്ചാൽ ഇതിന്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. ഈ ഒരു കോയിലിന്റെ നീളം L ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് N ആണെന്ന് വിചാരിക്കാം. അപ്പൊ N എന്താന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, N/L. അപ്പം N is the number of turns per unit length. അപ്പൊ ബിയുടെ വാല്യൂ ആണ് μ0 Ni. ഏരിയ A എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. ഇനി N എന്ന് പറയുന്നിടത്ത് ഞാൻ എന്തായിട്ട് റീപ്ലേസ് ചെയ്തു? N/L എന്ന് പറഞ്ഞ് ഇവിടെ ഇട്ട് കൊടുത്തു. ഇൻറ്റു A ഇൻറ്റു I. അപ്പൊ ഇവിടെ ഇത് N/L ആണ്. N into N എന്ത് വരും? N². അപ്പൊ μ0 into N² into A divided by L എന്ന് പറഞ്ഞു വരും, ഇൻറ്റു I. അപ്പോ ഫ്ലക്സ് എന്ന് പറയുന്നിടത്ത് ഇതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇൻറ്റു I. ഈ കോൺസ്റ്റന്റിന്റെ പേരാണ് എന്ത്? സെൽഫ് ഇൻഡക്ടൻസ്. ഇപ്പോഴും നമ്മൾ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞില്ല. എന്താ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാല് നോക്ക, ഇവിടെ ഒരു 5 ആംപിയർ കറണ്ട് ഒഴുകുവാന്ന് വിചാരിക്കുക ഈ കോയിലിലൂടെ. അപ്പൊ ഇവിടെ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് ഇതിനകത്ത് ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കും? ആരാണോ ഈ ചേഞ്ച് ഉണ്ടാക്കിയത് അതിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഇങ്ങോട്ട് ഒഴുകും ഒരു കറണ്ട്, ലെറ്റ് ഇറ്റ് ബി 1 ആംപിയർ. അപ്പൊ 5 ആംപിയർ ഇങ്ങോട്ട് ഒഴുകുന്ന, 1 ആംപിയർ അങ്ങോട്ട് ഒഴുകുന്നത്. അപ്പൊ എന്ത് വരും? നെറ്റായിട്ട് ഈ സർക്യൂട്ടിൽ എന്ത് ഫ്ലോ കുറയും? കറണ്ട് ഫ്ലോ കുറയും. ഈ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൽഫ് ഇൻഡക്ഷൻ. അതായത് സ്വന്തമായിട്ടൊരു കോയിലിലൂടെ കറണ്ട് പോകുന്നതിന്റെ ഫലമായിട്ട് ആ കോയിലിൽ തന്നെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാക്കി ആ കോയിലിലെ കറണ്ട് കുറയ്ക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ കറണ്ട് കുറയ്ക്കുക എന്നുള്ളതല്ല, നമ്മളൊരു കോയിലിലൂടെ കറണ്ട് പോകുന്നതിന്റെ ഫലമായിട്ട് ആ കോയിലിൽ എന്ത് ചേഞ്ച് ഉണ്ടായി? ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് ഉണ്ടായ EMF എന്ത് ചെയ്യും? ഇറ്റ് ട്രൈസ് ടു ഒപ്പോസസ് ദ കോസ് പ്രൊഡ്യൂസിങ് ദ ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെൽഫ് ഇൻഡക്ഷൻ. ഇത് നമ്മൾ ചില സർക്യൂട്ടുകളിൽ ഉപയോഗിക്കാറുണ്ട്. ട്യൂബുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ട്യൂബ്സ് ഇല്ലേ, ട്യൂബിന്റെ അവിടെയൊക്കെ നമ്മൾ ചോക്ക് കണ്ടിട്ടില്ലേ? ചോക്ക് കോയിൽ. ഈ ചോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്ടറാണ്. അത് നമ്മൾ കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ റെസിസ്റ്ററുകളെ ചോക്കിന്റെ അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ചോക്കിന് പകരം നമ്മൾ റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് എന്ത് പറ്റും? അത് ഹീറ്റിംഗ് എഫക്ട് ഉണ്ടാക്കും. പക്ഷേ ഈ ചോക്ക് ഒരിക്കലും എന്തുണ്ടാക്കത്തില്ല? ഹീറ്റിംഗ് എഫക്ട് ഉണ്ടാക്കത്തില്ല. ദർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് എനർജി. സോ ഇത് മറ്റേതിനേക്കാളും എന്താണ്? അഡ്വാൻറ്റേജ് ഉള്ളതാണ്. അപ്പം സെൽഫ് ഇൻഡക്ടൻസിന്റെ ഫോർമുല എല്ലാവരും പഠിച്ചു വെക്കുക. എന്താണ്? μ0 into N² into A divided by L. ഓക്കെ, ഫ്ലക്സ് ϕ = എന്താ? Li. നോക്കാം, ഒരു ഇൻഡക്ടറിന് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി, ഈ ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജിയുടെ ഇക്വേഷൻ ആണ് ½Li². ഇൻഡക്ടറിന് എനർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഓക്കെ, കപ്പാസിറ്റർ സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ്. ഇത് സ്റ്റോർ ചെയ്യുന്ന എന്തിന്റെ ഫോമിലാണ്? മാഗ്നറ്റിക് ഫീൽഡ്സ്. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് നോക്കാം. ബാക്കി നമുക്കൊരു 2017 ചോദിച്ചൊരു ചോദ്യമാണ് നീറ്റ്. നമുക്കൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇത് അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കുറച്ച് തിയറി അറിഞ്ഞിരിക്കണം. നിങ്ങളിത് കണ്ടോ? ഇതൊരു ഇൻഡക്ടറാണ്. നമ്മൾ സ്വിച്ച് ഓൺ ആകുന്ന സമയത്ത് ജസ്റ്റ് ആഫ്റ്റർ സ്വിച്ചിങ്, അതാണ് നമ്മൾ t=0 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. സ്വിച്ച് ഓൺ ആക്കിയാൽ DC ആണ് കൊടുത്തേക്കുന്നത്. DC കൊടുത്താൽ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് DC ആണ് കേട്ടോ, ഇവിടെ പറയുന്ന എല്ലാം DC ആണ്. സ്വിച്ച് ഓൺ ആക്കുന്ന ആ ഇൻസ്റ്റന്റിൽ ഇൻഡക്ടർ എന്ത് ചെയ്യും? ആ DC-നെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അതൊരു കറണ്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കത്തില്ല. പക്ഷേ കുറച്ച് സമയം കഴിയുന്നതോറും, അല്ലെങ്കിൽ ടൈം പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് പറ്റും? ഇതുവഴി എന്ത് ഫ്ലോ തുടങ്ങും? കറണ്ട് ഫ്ലോ തുടങ്ങും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ കറണ്ട് ബിൽഡപ്പ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. I = I0 × 1 - e⁻⁻ RT/L. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതാണ് സർക്യൂട്ട് എന്ന് വിചാരിക്കാം. ഇൻഡക്ടർ മാത്രമായിട്ടൊന്നും ആർക്കും ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ കൂടെ എപ്പോഴും എന്തുണ്ടാവും? ഒരു റെസിസ്റ്റൻസും ഉണ്ടാവും. DC സർക്യൂട്ടാണ്. അപ്പോ അതിൽ കറണ്ട് എങ്ങനെ ബിൽഡപ്പ് ആവുന്നു അതിനുള്ള ഇക്വേഷനാണ് എഴുതിയിട്ടേക്കുന്നത്. I = I0 × 1 - e⁻⁻ RT/L. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ്. എന്താണ്? ഒന്ന്, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. R നിങ്ങൾക്ക് അറിയാമല്ലോ, R ഉണ്ട്, ഇവിടെ L ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് അറിയാം. t=0 ഇൻഡക്ടർ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ആരെ ബ്ലോക്ക് ചെയ്യും? കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. പക്ഷെ t=∞ എന്ത് സംഭവിക്കും? t=∞ ഇൻഡക്ടർ എന്ത് ചെയ്യും? അലവ് ചെയ്യും. കറണ്ടിനെ അലവ് ചെയ്യും. അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ശരി, നെക്സ്റ്റ് കപ്പാസിറ്ററിൽ എങ്ങനെയാ നോക്കാം? t=0, അതായത് ടൈം 0 ആകുമ്പോൾ ഇതുവഴി കറണ്ട് ഫ്ലോ ഉണ്ടാവും. കറണ്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും t=0. പക്ഷെ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് കപ്പാസിറ്റർ എന്ത് ചെയ്യും? കറണ്ടിനെ എന്ത് ചെയ്ത് കളയും? ബ്ലോക്ക് ചെയ്ത് കളയും. പിന്നെ അതുവഴി എന്ത് ഫ്ലോ കാണത്തില്ല? കറണ്ട് ഫ്ലോ കാണത്തില്ല. അതായത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇതറിയാവുന്നവർക്ക് മാത്രമേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
എനിവേ ഈ ക്വസ്റ്റ്യൻ ഡെലിറ്റഡ് ആയിരുന്നു ആ വർഷം ചോദിച്ചപ്പം. അതിനൊരു റീസൺ ഉണ്ട്. ഇവിടെ ഇവർ പറഞ്ഞേക്കുന്നത് ഒരു 18 വോൾട്ടിന്റെ ഒരു സെല്ലാണ്. അപ്പൊ ഈ സെല്ലിലോട്ട് നമ്മൾ ധാരാളം കുറെ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവർ ചോദിച്ചേക്കുന്നത് ഇത്രേ ഉള്ളൂ, ഇതുവഴി ഒഴുകുന്ന കറണ്ട് എത്രയാണ് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. കറണ്ട് ഐ ത്രൂ ദ ബാറ്ററി ജസ്റ്റ് ആഫ്റ്റർ ദ സ്വിച്ച് ഇസ് ക്ലോസ്ഡ്. ഇതുവഴി ഒഴുകുന്ന കറണ്ട് ജസ്റ്റ് ആഫ്റ്റർ സ്വിച്ച് ഇസ് ക്ലോസ്ഡ്. സ്വിച്ച് ക്ലോസ് ചെയ്ത ഉടനെ തന്നെ ഇതുവഴി ഒഴുകുന്ന കറണ്ട് എത്രയാന്നുള്ളതാണ് ചോദ്യം. നോക്ക്, ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചോണം. സ്വിച്ച് ഓൺ ആക്കിയാൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ജസ്റ്റ് ആഫ്റ്റർ സ്വിച്ചിങ് ഇത് എന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഉണ്ടോ? അപ്പൊ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് എന്തായിട്ട് വരയ്ക്കാം? ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് വരയ്ക്കണ്ട, ഷോർട്ട് ആയിട്ട് വരച്ചാൽ ഷോർട്ട് സർക്യൂട്ട്. ഇനി ഇതും എന്തായിട്ട് ആക്ട് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഉണ്ടോ? ഇനി കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? T=0 സോറി ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഇവിടെ ഒരു ഇൻഡക്ടറാണ്, ഇവിടെ അതുപോലെ ഒരു ഇൻഡക്ടറാണ് അല്ലേ? അങ്ങനല്ലേ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്? രണ്ട് സ്ഥലത്തും ഇൻഡക്ടർ ആണല്ലോ. ശരി, അപ്പം T=0 എന്താ സംഭവിക്കുന്നത്? ഇൻഡക്ടർ ആരെ ബ്ലോക്ക് ചെയ്യും? കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഇല്ല. T=0 ഇൻഡക്ടർ എന്ത് ചെയ്യും? കറണ്ടിനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അതുവഴി കറണ്ട് ഫ്ലോ ഇല്ല. അതുപോലെ തന്നെ T=0 കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്, അതുവഴി കറണ്ട് ഫ്ലോ ഇല്ല T=0. ഇനി ഇവര് ചോദിച്ചേക്കുന്ന ഈ സർക്യൂട്ടിലോടുള്ള കറണ്ട് അല്ലേ? നോക്ക്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? T=0 ഇൻഡക്ടർ ഒക്കെ എന്തായി പോകും? ഓപ്പൺ സർക്യൂട്ടാണ്, ബ്ലോക്ക് ചെയ്യും, അതുവഴി കറണ്ട് ഇല്ല. പക്ഷെ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഷോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ബാക്കി നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. ഇതുവഴി കറണ്ട് ഫ്ലോ ഇല്ലല്ലോ, അപ്പൊ ഈ റെസിസ്റ്റൻസിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. പിന്നെ ബാക്കിയുള്ള എന്താ? കപ്പാസിറ്റർ ഒക്കെ ഷോർട്ട് ആയിട്ട് ആക്ട് ചെയ്തു. ഇത് രണ്ട് റെസിസ്റ്റൻസ് അല്ലേ? എത്ര റെസിസ്റ്റൻസിന്റെ വാല്യൂ? 9 ohms. ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താ? R × R + R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 9 എത്രയാണ്? 81 ഡിവൈഡ് ബൈ എത്രയാ? 9 + 9. അപ്പൊ എത്ര വരും? 18 വരും അല്ലേ? 9 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 times എത്ര ടൈംസ്? 9 times. അപ്പൊ ഡിവൈഡ് ചെയ്ത് എത്ര ഇടും? 4 4.5 കിട്ടിയില്ലേ? ഇനി അപ്പൊ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് കിട്ടിയല്ലോ, മൊത്തത്തിലുള്ള വോൾട്ടേജ് ഉണ്ടല്ലോ. അപ്പം V എന്താ? IR അല്ലേ? V എത്രയാ? 18. I നമുക്ക് അറിയില്ല, റെസിസ്റ്റൻസ് എത്രയാ? 4.5 അല്ലേ? ഇനി ഡിവൈഡ് ചെയ്യാം. അപ്പൊ 9 വെച്ച് ക്യാൻസൽ ചെയ്യാലോ. 9 2s are 80 എത്രയാ? 0.5 അല്ലേ? ഓക്കെ, അപ്പം 2/0.5 0.5 5/10 അല്ലേ? ഇൻറ്റു 10 അല്ലേ? അപ്പൊ 20 ഡിവൈഡ് ബൈ 5. 20 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 ആംപിയേഴ്സ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്തായിപ്പോയി? ഡിലീറ്റ് ആയിപ്പോയി.